എടാ നമ്മൾ ഈ മൂന്നാളും കൂടി ഈ ഇലക്ഷൻ്റെ പരിപാടിക്ക് പോണത് ആൾക്കാർ നാണം കെടുത്തൂലേ? അതന്നെ പറയണേ. എങ്ങനെ മൂന്നാളായിട്ട് കയറി ചെല്ലുക? ഒരാളുണ്ട് ആരാ? എൻ്റെ വീടിൻ്റെ ഉള്ള ചെറിയ ചെക്കൻ കിച്ചു. എടാ അവന് പ്രായപൂർത്തിയും കൂടി ആയിട്ടില്ല, പിന്നെ അവന് വോട്ടുണ്ടോ? പ്രായപൂർത്തിയായിട്ടില്ല പറയണതും കാര്യം. നമ്മൾ പോകുമ്പോൾ ആരെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ ഫോൺ വിളിച്ചിട്ട് ആരെങ്കിലും ആൾ വന്നു? എടാ നമ്മൾ ഇത്ര ലെവലിൽ കയറി പോകുമ്പോ കുറച്ചൊരു ഇത് വേണ്ട, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലല്ലേ? അതാണ് പറയണേ. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ആളെ കിട്ടുന്നു. കിട്ടിയതിനെ വെച്ച് പോവാ, അല്ലാതെ എന്താ ചെയ്യാ? ആരല്ലേ ഓട്ടോ വിളിച്ചോണ്ടാ പറ, പോണ്ട കാര്യങ്ങൾ നടക്കണ്ടേ? വിളിക്കുവാനോ? എന്നാ ഞാൻ വിളിക്കുവാനെ. എന്താ കാണിക്കുന്നത്? നടക്കുന്നത്. ഹലോ, അവിടെ കിച്ചുവോ? പിന്നെ ഈ നമ്മുടെ ചെറിയ പരിപാടി ഉണ്ടോന്ന് വരുമോ? ഇല്ല, കുറച്ച് നേരത്തെ പരിപാടിയേ ഉള്ളൂ. കളിക്കാനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകണു. ആ നോക്കാം. ആ ശരിയാക്കാം. ഞാൻ ഇവിടെ പാടത്തുണ്ട്. ആ അതാകുമ്പോൾ കാര്യം നടക്കും. ഓനെ ഒരു ലിങ്കും പപ്സും കൊടുത്തിട്ടാൽ എന്തായാലും കാര്യം നടക്കുമോ? പോരെ പപ്സെങ്കിൽ പപ്സ്. അപ്പൊ നമുക്ക് ഓരോന്ന് അടിക്കാലോ. നമ്മൾ എന്തെങ്കിലും ഇറങ്ങണം, അല്ലച്ച വൈകും. ആദ്യം ഇപ്പൊ നമ്മളെങ്ങടെ പോണേ? സൂര്യേട്ടന്റെ വീട്ടിലേക്ക്. ഏട്ടാ, സൂര്യേട്ടന്റെ വീട്ടിക്കോ? ആ, കഴിഞ്ഞ ഇലക്ഷന് പോയതാട്ടോ, പിന്നെ വഴിക്ക് പോയിട്ടില്ല. ഇവിടെ മൂപ്പരൊക്കെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പോരി. മൂപ്പര് വെക്കാനില്ല. എന്നാ പോരാ. രണ്ട് വീടും കൂടി ഈ വീട് കഴിഞ്ഞ അപ്പുറത്തെ വീട്. ഒരു വീടും കൂടി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞു. ഓക്കെ. അല്ല ഇവിടുന്നേ പോലെ മുട്ട പപ്സ് ചെക്കന് മുട്ട പപ്സ് പറഞ്ഞിട്ട് ഇതിപ്പോ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ഒരു 100 റുപ്യ ചെലവാണ്. സുരേട്ടാ, എന്തൊക്കെയുണ്ട്? നമ്മുടെ ഇലക്ഷന്റെ നമ്മുടെ ഇലക്ഷൻ ആയല്ലോ അല്ലേ? ശരി ശരി ശരി. നോട്ടീസ് അല്ല, ഇത് ഒന്ന് ഞാൻ ഒന്നോട്ട് എടുത്തു വെക്കട്ടെ. അല്ലേ, ഇപ്പൊ അങ്ങോട്ട് പുറത്തേക്ക് എത്തിക്കണേ. ഇത് കഴിഞ്ഞാലേ ആ കസേരയും കൂടി വെക്കണം കേട്ടോ. എടാ, ഒരു ചെറിയൊരു കൂടി ഉണ്ട്. ആ ചെടി ഒന്ന് നനയ്ക്കണം. ആ പിന്നെ ഇതിൽ കുറച്ച് ചെടികൾ എടുത്തിട്ട് അങ്ങോട്ടൊന്ന് വെക്കണം. എടാ, ഇനി അവിടെ നിന്നാലേ അയാളെ വീട്ടിലെ കക്കൂസ് വരെ നമ്മളെ കൊണ്ട് കഴിയും. അത് ശരിയാണ്. ഇതാണ് നീറ്റ് ചങ്ങായി. എന്ത് പണിയാണോ? ഞാനില്ലോ, ഞാനില്ല. നിങ്ങൾക്ക് മുട്ട പപ്സും ലൈമും മേടിച്ചാൽ പറഞ്ഞിട്ട് നിങ്ങൾ വലിച്ചു വന്നിട്ട് മനുഷ്യവിടെ ജീവനെ കിട്ടിയ ഭാഗ്യിച്ചിട്ട് വണ്ടിയും വലിയ അവളെ പണിയെടുത്ത് മുടിഞ്ഞിട്ടാണ്. ഇവിടുന്ന് എന്ത് പണി കിട്ടുന്നതാണ്? ചങ്ങായിയെ വെയിലാച്ചാലോ? ഇവിടെ തെങ്ങ കണ്ടിട്ട് ഇവിടെ തേങ്ങ വിളിക്കലാവോ? ഉണ്ടാതെ പോരാ ചങ്ങായിമാരെ. ഇപ്പൊ നമ്മുടെ പണ്ട് നമ്മളെന്നെ നോക്കി ഇവിടുന്നേലും കിട്ടും മുട്ട പപ്സ്. മേടിച്ചേരാം പപ്സും നാരങ്ങളുള്ളൊക്കെ കണക്ക് മേടിച്ചാലോ. വാ, വീടെത്തി. എല്ലാരും ഉഷാറായി. ഒരാൾ ഇവിടെ കയറി പോരുത്. അതൊക്കെ ലിസ്റ്റില് പേരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു, എന്നിട്ട് ഇവിടെ ഒരു സാധനം എത്തിയിട്ടില്ല. അടക്കം റെഡിയാണ്. ഒക്കെ ലിസ്റ്റിൽ പേര് വന്നിട്ട് ഇപ്രാവശ്യം ഒക്കെ ശരിയാക്കി തരാം. ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം തന്നെയാവും ഇപ്രാവശ്യം. എല്ലാവർക്കും അതറിയാം. ഒരു അടി ഇങ്ങോട്ട് വെച്ചാൽ ഞാൻ ആ പട്ടി ഉരുവിടും. അതിന് ഓട്ടൊന്നും ഇല്ലടാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത് നല്ല ചലച്ചിരുന്നു. അത് ഇപ്പൊ അതിന്റെ ഓട്ടും ഇല്ല, തേങ്ങയില്ല. രാവിലെ മുതൽ ആട്ട് നിൽക്കണല്ലോ. ഇതൊക്കെ ഇങ്ങനെ തന്നെയാടാ. വല്ലാത്തൊരു പണിയായില്ലേ? ഞാൻ ഞങ്ങട്ടില്ല. നിങ്ങൾ മുട്ട പപ്സും ലൈമും മേടിച്ചാൽ പറഞ്ഞിട്ട് ഉറപ്പല്ലടാ. അല്ലേ നമുക്ക് പോണ അവിടെ നിന്ന് കയറണ്ടേ? അങ്ങോട്ട് പോകണം.
പിന്നെ പോകണ്ട ഇലക്ഷനായിട്ട് ആ ചെക്കൻ നമ്മുടെ പിന്നാലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറേ കാലം നടന്നതാണ്. ആ ചെക്കൻ പോയിട്ട് 2 കൊല്ലം ഇതുവരെ ആരെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇവിടെ ഇലക്ഷൻ്റെ കാലം നമുക്ക് അതൊക്കെ ഇപ്പം സംസാരിക്കാം. വരെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സീനാണ്. അത് കുഴപ്പമില്ലടാ, നമ്മൾ ഇലക്ഷൻ്റെ വോട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ആ അതുണ്ട് കേട്ടോ. എന്ത് പറയണം, നമ്മളറിയാത്ത ഇവിടെ നല്ലത്. അമ്മേ ഇതാരൊക്കെ കയറി വന്നിരിക്കണേ നോക്കിയേ. അല്ല ഈ മുഖങ്ങളൊക്കെ കുറെ കാലമായി കണ്ടിട്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മയെ കാണാൻ വന്നതെന്ന് മനസ്സിലായി. കുറേ ദിവസമായി ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കണത്, തിരക്കുകൾ കാരണം നമ്മൾ ഇപ്പോഴാണ്. അത് ശരിയാണ്, ഏട്ടൻ മരിച്ചതിന് ശേഷം ഇപ്പോഴല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. എന്താ മക്കളെ അവിടെ തന്നെ ഇരിക്കണേ, കയറിയിരിക്കൂ. ഇവിടെ ഇരിക്കുക, ചൂടല്ലേ. എന്താ ചൂട്. വെള്ളം കുടിക്കല്ലേ? വെള്ളം കുടിക്കണ്ട അമ്മ, കുറേ സ്ഥലത്ത് എത്തണ്ട, ഒന്നും ഒഴിവില്ല, കുറേ സ്ഥലത്ത് കൊടുക്കണ്ട. അമ്മോ ഒരു ഗ്ലാസ് ചായ എടുക്ക. എന്താ ചൂട്, ഭയങ്കരാണ്. കുറേ ഇവിടുത്തെ എത്താണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരത്തെ രാവിലെ നേരത്തെ ഇറങ്ങും, കാരണം കുറേ സ്ഥലത്ത് എത്താനുള്ളതല്ലേ. അത് കാരണേ. എന്തൊക്കെയാ വിശേഷങ്ങൾ? എൻ്റെ മകനും ഇങ്ങനെ തന്നെ അല്ലായിരുന്നു, നിങ്ങളുടെ പിന്നാലെ നടത്തുന്ന തന്നെ അല്ലായിരുന്നു. ഇപ്പോൾ എന്തായി? ഓർമ്മകളായില്ലേ? ഇപ്പോൾ വീട്ടിലിരിക്കാൻ ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ലേ അവന്. എപ്പോഴും നിങ്ങളുടെ പിന്നാലെ നടത്തും. പാർട്ടിയും എല്ലാ ആവശ്യവും നാടിനെല്ലാം വേണം, രാഷ്ട്രീയം പാർട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കുറിച്ചിട്ട് ഓർമ്മകൾ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ. എൻ്റെ മകൻ്റെ വിധി നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മതി രാഷ്ട്രീയം.